നമ്മുടെ ജീവിതം അങ്ങനെയാണ്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ലാത്ത ഒരു ജീവിതം ആർക്കുമില്ല. എല്ലാവർക്കും ഇതൊക്കെയുണ്ട്. ഒരിക്കൽ മണാലിയിൽ പോയപ്പോഴാണ് ഞാൻ റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം കണ്ടതും അതിൽ പങ്കെടുത്തു. റാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബോട്ട്, ഒരു ചെറിയൊരു ബോട്ട്, ഓപ്പണായിട്ടുള്ളൊരു ബോട്ടിൽ നമ്മൾ കുത്തൊഴുക്കും കല്ലുകളും വലിയ പാറക്കല്ലുകളൊക്കെ നിറഞ്ഞൊരു നദിയിലൂടെ നമ്മൾ ഈ ബോട്ടിൽ കയറി തുഴഞ്ഞ് കിലോമീറ്ററുകൾ താണ്ടി അവസാനം ഫിനിഷിംഗ് പോയിന്റിലെത്തുന്നൊരു പരിപാടി. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരവസ്ഥ ഞാനത് ചിന്തിക്കുകയായിരുന്നു. ഈ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ ശാന്തമായിട്ടൊന്ന് അവസ്ഥയിൽ തുഴഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും അപ്പോൾ ഈ ബോട്ടിൻ്റെ ഏറ്റവും മുമ്പിലായിട്ട് ഒരാൾ നമ്മളെ നിയന്ത്രിക്കാനുണ്ടാവുമേ. അയാൾ പറഞ്ഞു തരും ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഈ കുത്തൊഴുക്കും വലിയ പാറക്കെട്ടുകളൊക്കെ വരുമ്പോഴത്തേനും വെള്ളത്തിൽ തന്നെയുള്ള പാറകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോഴത്തേനും ഈ മുമ്പിലിരിക്കുന്ന ആൾ നമ്മോട് പറയും ഹെഡ് ഡൗൺ എന്ന് പറയും. അപ്പം നമ്മൾ താഴെ ഇറങ്ങി, സീറ്റിൽ നിന്ന് താഴെ ഇറങ്ങി നമ്മൾ കുനിഞ്ഞ് അവിടെ ശാന്തമായിട്ടിരിക്കണം, ഒന്നും ചെയ്യണ്ട. കുറച്ച് കഴിഞ്ഞ് അതെല്ലാം തീർന്ന് ശാന്തമായി കുത്തൊഴുക്കും ഒക്കെ നിന്ന് ശാന്തമായ ലെവൽ അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേനും അയാൾ പറയും ഓക്കെ ഹെഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സീറ്റിലേക്ക് ഇരുന്ന് നമ്മൾ പിന്നെ തുഴഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും പിന്നെ ഇത് തന്നെ. അങ്ങനെ കുറേ അവസ്ഥകളുണ്ട്. നല്ല ഒഴുക്കുള്ളതും ചുഴിയൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെയും ഇതിങ്ങനെ പറയും, അത് അങ്ങനെ മുന്നോട്ട് പോകും. ഏറ്റവും അവസാനം കിലോമീറ്ററുകൾ താണ്ടി ഏറ്റവും അവസാനം നമ്മൾ നല്ല ഒരു ശാന്തമായ ഒരവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് നന്നായിട്ട് ശാന്തമായി തുഴഞ്ഞ് സന്തോഷിച്ച് ആ ഫിനിഷിംഗ് പോയിന്റിലെത്തുന്ന ഒരവസ്ഥ. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നേ, നമ്മൾ ഈ ബോട്ടിൻ്റെ ഒരു അവസ്ഥയല്ലേ, നമ്മുടെ ജീവിതം ഈ ബോട്ട് തന്നെയല്ലേ. ഇതിൻ്റെ ഏറ്റവും മുമ്പിൽ ഈശോ ഇരിപ്പുണ്ട്, നമ്മൾ തുഴയുന്നു, നമ്മൾ ജീവിതം ശാന്തമായി മുന്നോട്ട് പോകുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ചുഴിയും കുത്തൊഴുക്കുകളും പാറക്കെട്ടുകളും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഈശോ നമ്മോട് പറയുകയാണ് ഹെഡ് ഡൗൺ, ശാന്തമായിരിക്കുക. അപ്പോൾ നമ്മൾ സഹനങ്ങളെ, ആ അവസ്ഥകളെ, ആ പ്രതിസന്ധികളെ, ആ സങ്കടങ്ങളെ നമ്മൾ ശാന്തമായി നേരിടുക. യേശുക്രിസ്തുവിനോട് ചേർന്ന്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, ദൈവവചനത്തിൽ വിശ്വസിച്ച് നമ്മൾ പ്രത്യാശയോടെ ശാന്തമായി അവിടെ ഇരിക്കുക, ആ അവസ്ഥകളെ നേരിടുക. കുറച്ച് കഴിയുമ്പം അവസ്ഥ ശാന്തമാകും. പിന്നെ അടുത്ത പ്രശ്നമായി വീണ്ടും ഇതേ അവസ്ഥകൾ തന്നെ വരുമ്പോഴത്തേനും നമ്മൾ അവസ്ഥകളെ വീണ്ടും അതുപോലെ തന്നെ നേരിട്ട്, അതാണ് ജീവിതം, അതാണല്ലോ ജീവിതം. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബോട്ടിൽ നമ്മൾ ധൈര്യമായിട്ട് ഇരുന്ന് ഈ സാഹസികയാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബോട്ടിൻ്റെ മുൻപിലിരിക്കുന്ന നമ്മളെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനും നമുക്കൊരു വിശ്വാസമുണ്ട്. ആ ഇരിക്കുന്ന ആൾ കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ബോട്ട് മറിയില്ല, അല്ലെങ്കിൽ വീഴില്ല. അല്ലെങ്കിൽ അതുപോലെ ഭയാനകമായ അവസ്ഥയാണ് ഈ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ അയാൾ മുമ്പിലിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ വീണാലും അത് കുഴപ്പമില്ല, നമ്മൾ മുങ്ങിപ്പോകത്തില്ല, നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളതിൽ കയറി ഈ യാത്ര ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഈശോയോടൊപ്പം യാത്ര ചെയ്യുമ്പം നമുക്ക് പറഞ്ഞു തരാനും നമ്മളെ നയിക്കാനും നമ്മളെ രക്ഷിക്കാനും ഒക്കെ ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു നാശമുണ്ടാകില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളെ രക്ഷിക്കാനുള്ള ആ കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രത്യാശ.